ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറ് വെക്കുന്ന കുത്തരി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഐറ്റം കൂടെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മട്ടരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മട്ടരി, കുത്തരി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അരി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആദ്യത്തെ ഇൻട്രോയിൽ കണ്ടപ്പോൾ. അപ്പോൾ അത് ഞാനിവിടെ 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് കേട്ടോ. കുതിർന്ന് വരുമ്പോൾ ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് ഊറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുപാട് സമയം നിങ്ങൾ ഊറ്റി വെക്കുകയാണെങ്കിൽ പൊടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ പൊടിക്കാൻ. നമുക്കിത് പുട്ടുപൊടിയുടെ ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പൊടിക്കുന്നതിന് മുമ്പ് അരിയിലേക്ക് ഉപ്പ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിത് കൈവച്ചിട്ട് ഇങ്ങനെ പുട്ടുപൊടി നിങ്ങൾക്കറിയാലോ പാകം നോക്കാൻ. കൈവച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ തൊടുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ കുഴികളിലും കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് മാവ് അതിൽ ഒട്ടി പിടിക്കും. അപ്പോൾ എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത ഈ പൊടി കുഴികളിൽ നിറച്ചു കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൊടി നല്ല പോലെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ആവി പാത്രത്തിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റോളം ആകുമ്പോഴേക്കും ഇത് ഏകദേശം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് അൽബിഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ട്യൂഷൻ സെൻറ്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ചേർത്ത് അവന് നല്ലതായിട്ട് തോന്നിയിട്ടാട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഇപ്പോഴും വിരലിലെണ്ണാവുന്ന ആഡുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വലിച്ചു വാരി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കസിനാണ് കേട്ടോ. അവൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അൽബിഡോയിൽ ജോയിൻ ചെയ്തത്. ഒരുപാട് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ആട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഓരോ കുട്ടികളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ടാട്ടോ ഇവർ ക്ലാസ് കൊടുക്കുന്നത്. ഓൺലൈനായിട്ട് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഹോം ട്യൂഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു ട്യൂഷൻ സെൻറ്റർ കൂടെയാണ് കേട്ടോ. എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സബ്ജക്റ്റും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദിയമോൾ അൽബിഡോനെ കുറിച്ചിട്ടുള്ള അവളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു മസാലയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് സോഫ്റ്റായിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മൂടി വെച്ച് തക്കാളി സോഫ്റ്റാക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ആ സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്തത്. മസാലപ്പൊടികൾ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണക്കം ഒന്ന് പോയി കിട്ടണം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു നമ്മൾ വേവിക്കാൻ വെച്ച ആ ഒരു പൊടിയില്ലേ, അത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയിലെ ആ പൊടികളുടെ പച്ചമണക്കം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് അരി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അളവിലാണെങ്കിൽ ഒരു കോഴിമുട്ട മതി കേട്ടോ. കോഴിമുട്ട ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കോഴിമുട്ട വെന്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ പൊടിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും ഈ പൊടിയിലൊക്കെ നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും.
പിന്നെ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാലും മതി, കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഇതിൽ നല്ല അടിപൊളി പ്ലാനുകളൊക്കെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് നല്ല ഈസിയായി. മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പറയോ? എങ്ങനെയാണ്, എന്താണ് ഇവർ പറഞ്ഞു തന്ന ട്രിക്ക്? 9 into 1 എന്നാണെങ്കിൽ ഇത് 1 2 നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ 1 2 3 4 5 6 7 8 9 10 അങ്ങനെയാണ്. അപ്പോൾ 4 into 9 എന്നാണെങ്കിൽ 1 2 3 4 ഈ 4 മടക്കിയതിന് ശേഷം ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള 3യും 1 2 3 4 5 6 ഈ 6ഉം അപ്പോൾ 36 കിട്ടും. 4 into 9 36.